എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ സുഗട്സുവും സാസുകയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ചോദിക്കും, നീ ഇപ്പൊ ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കുന്നത് അതെന്തിനാണ്? നീ ഒറോച്ചിമാറുവിനെ കൊന്നു കഴിഞ്ഞില്ലേ, ഇനി ശത്രുക്കളൊന്നും ബാക്കിയില്ലല്ലോ ചോദിക്കുമ്പോ അതിനവൻ പറയും, എന്റെ ലക്ഷ്യം കഴിഞ്ഞെന്നോ? ഒരിക്കലുമില്ല, എനിക്ക് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങള് ചെയ്തു തീർക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് നിന്നെ പോലും ഞാനിപ്പോ മോചിപ്പിച്ച് എന്റെ കൂടെ കൂട്ടിയത്. എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഗ്രൂപ്പ് അത് ക്രിയേറ്റ് ചെയ്ത് എന്റെ മിഷൻസ് ആരംഭിക്കണം. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, എന്റെ കാര്യം ഓക്കെ, പക്ഷെ ആ ഒരു കരീന, അവളെ നീ സെലക്ട് ചെയ്തത് അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൾ ഓൾറെഡി ഒറോച്ചിമാറുവിന്റെ കൂടെ വർക്ക് ചെയ്തവളാണ്. അതുകൊണ്ട് തന്നെ നിന്നെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ അവനെ കണ്ണിന് നേരെ കണ്ടൂടാ. അവന്റെ പേഴ്സണാലിറ്റി അത് വളരെ ബോറാണെന്ന് പറയുമ്പോ അതിന് സാസുക പറയും, അവൾക്കൊരു പ്രത്യേക എബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഈ ടീമില് അവൾ തീർച്ചയായിട്ടും വേണം. അപ്പൊ അതേ സമയത്ത് അവർക്ക് മുകളിലൂടെ എന്തോ ഒരു പക്ഷേ ഇപ്പൊ പറന്നു പോകും. അങ്ങനെ 100 പറഞ്ഞ് 50 പറഞ്ഞ് അവരിപ്പോ കരീനെ തേടി ആ ഒരു കാസ്റ്റിന് മുൻപിലെത്തും. അപ്പൊ സുഗട്സു പറയും, ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ, അയാളെ ഇപ്പൊ കാണാനില്ല. ഇവൾ ഒറോച്ചിമാറു ചത്തുപോയ കാര്യമൊന്നും ഇതുവരെയായിട്ട് അറിഞ്ഞില്ലേ? അതിന് സാസുക പറയും, തീർച്ചയായിട്ടും അവളിതൊക്കെ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല ഈ ഒരു കാസ്റ്റിൽ പോലും അവളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം അതുണ്ടെന്ന് തോന്നുന്നില്ല. ഉടനെ അവര് ആ ഒരു മെയിൻ ഡോറിന് മുൻപില് ഇപ്പൊ അങ്ങനെ വന്ന് നിൽക്കും. ആ ഡോറിന്റെ മുൻപിലായിട്ട് ഇപ്പൊ ഒരുപാട് പേരെ കുഴിച്ചിട്ടതായിട്ട് അവര് കാണും. അപ്പൊ സാസുക പറയും, നിന്റെ സ്ക്വാഡിനാണ് മൂർച്ച കൂടുതല്, അതുപയോഗിച്ച് ഈ ഡോറ് അത് തല്ലി തകർക്ക്. അത് കേൾക്കേണ്ട താമസം സുഗട്സു ആവട്ടെ ആ ഒരു സ്ക്വാഡ് ഉപയോഗിച്ച് ഡോർ തല്ലി തകർത്ത് അവർ രണ്ടുപേരും ഇപ്പൊ അകത്തേക്ക് കയറും. അതേസമയം അതിന്റെ ഉള്ളില് ഇപ്പൊ ഒരുപാട് പേരെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവർ പരസ്പരം പറയും, ഒറോച്ചിമാറു അവൻ മരിച്ചുപോയെന്ന് ഒരു റൂമർ കേട്ടു. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ആൾക്കാര് അതുവഴി കടന്നു പോകുന്നത് കാണുമ്പോ അതിലൊരുത്തൻ വിളിച്ചു പറയും, ദാ ആ പോകുന്നതാണ് സാക്ഷാൽ സാസുക ഉച്ചിഹ. ഇവന്റെ കൂടെ എപ്പോഴും ഒറോച്ചിമാറുവിനെ കാണാറുണ്ട്, പക്ഷെ ഇപ്പോ ഒറോച്ചിമാറുവിനെ കാണുന്നില്ല. ഒരുപക്ഷെ ഇവൻ തന്നെയായിരിക്കും ഒറോച്ചിമാറുവിനെ കൊന്നിട്ടുണ്ടാവുക. അപ്പൊ അവര് പറയും, ഇവൻ ഒറോച്ചിമാറുവിനെ കൊന്നിട്ട് ഒരുപക്ഷെ നമ്മളെ മോചിപ്പിക്കാനായിരിക്കും ഇവിടേക്ക് വന്നത്. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കണ്ട് കരീൻ അവള് ചോദിക്കും, ഞാനൊരു റൂമർ കേട്ടു, അത് സത്യമാണോ? അത് കേട്ട് സുഗട്സു, ഓ നീ സാസുകയെ മാത്രമേ കണ്ടല്ലോ, അവന്റെ കൂടെ ഞാനും ഉണ്ട്, എന്നെ കൂടെ ഒന്ന് മൈൻഡ് ചെയ്യുന്നു പറയുമ്പോ അവൾ അവനെ മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ വീണ്ടും സാസുകയോട് മാത്രം സംസാരിക്കും. അത് കണ്ട് അവന് കലി കയറി ഇപ്പൊ അവളോട് ദേഷ്യപ്പെടും. അങ്ങനെ അവര് രണ്ടുപേരും 100 പറഞ്ഞ് 50 പറഞ്ഞ് ഒരിഞ്ഞ അടിയിട്ടി ബഹളം. അതിന് സാസുക പറയും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്നിരുന്ന് സംസാരിക്കാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സാസുക പറയും, എനിക്കിപ്പോ നിന്റെ ഒരു സഹായം അത്യാവശ്യമാണ്. നീ എത്രയും പെട്ടെന്ന് എന്റെ പുതിയ ടീമില് ജോയിൻ ചെയ്യണം. അതിന് അവള് പറയും, പുതിയ ടീമോ? അത് ഞാൻ ജോയിൻ ചെയ്യാനോ? എനിക്കിവിടം വിട്ട് ഒരിക്കലും വരാൻ കഴിയില്ല. ഇവരെ മുഴുവൻ കൺട്രോൾ ചെയ്യേണ്ടത് അതെന്റെ ഉത്തരവാദിത്വമാണ്. അതിന് സാസുക പറയും, ഓൾറെഡി ഇപ്പൊ ഒറോച്ചിമാറു മരിച്ചു. മാത്രമല്ല ഇപ്പൊ നീ ഫ്രീ ബേർഡാണ്. നീ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ഒറോച്ചിമാറു മരിച്ച കാര്യം കറക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല, നിനക്ക് ധൈര്യമായിട്ട് എന്റെ കൂടെ തന്നെ വരാം. അതിനവൾ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോ സാസുക വീണ്ടും ചോദിക്കും, ഞാൻ ഡോറിന് പുറത്തായിട്ട് ഒരുപാട് പേരെ അടക്കം ചെയ്തായിട്ട് കണ്ടു, എന്തുപറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് ചോദിക്കുമ്പോ അതിനവള് പറയും, ഒറോച്ചിമാറു മരിച്ചതറിഞ്ഞ് ഒരുപാട് പേര് രക്ഷപ്പെടാൻ ശ്രമിച്ചു, വേറെ വഴിയില്ലാതെ അവരെ എനിക്ക് കൊന്നു തള്ളേണ്ടി വന്നു. അതിന് സുഗട്സു, ഓൾറെഡി നിനക്ക് ട്രെയിനിങ് തന്നത് ഒറോച്ചിമാറു ആണ്, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടും ഞങ്ങളെ കൊല്ലാനായിട്ട് നീ ശ്രമിക്കാതിരുന്നത്? അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, നീ ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊന്നു തള്ളിയേനെ. വാവ്, അപ്പൊ നിനക്ക് സാസുകയെ ഒരുപാട് ഇഷ്ടമാണല്ലേ? നീ ആള് കൊള്ളാലോന്ന് പറയുമ്പോ അവള് ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. ഒറോച്ചിമാറു മരിച്ചു എന്നുള്ള ഒരു റൂമർ ഞാൻ കേട്ടു, പക്ഷെ അത് സത്യമാണോന്ന് എനിക്കറിയില്ല. അതിന് സാസുക പറയും, നീ അറിഞ്ഞത് അത് സത്യം തന്നെയാണ്. അവനെ കൊന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം റിലീസ് ചെയ്ത് എന്റെ കൂടെ ഉടനെ വരണം. അതിന് അവൾ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്റെ ഓർഡർ കേൾക്കാനോ നിന്റെ കൂടെ വരാനോ പോകുന്നില്ല. അതിന് സുഗട്സു പറയും, നീ റിലീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ അവരെ റിലീസ് ചെയ്യുന്നു പറഞ്ഞ് അവന്റെ സ്ക്വാഡും എടുത്ത് അവിടെയുള്ളവരെ റിലീസ് ചെയ്യാനായിട്ട് അവിടേക്ക് നടക്കും. കാക്കാഷി പറയും, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ നിനക്ക് പകരം ഞാൻ വേറെ ആരെങ്കിലും എന്റെ ടീമിലേക്ക് കണ്ടുപിടിച്ചോളാം. പക്ഷെ അവളൊന്നും മിണ്ടാതെ ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയി ഡോർ ലോക്ക് ചെയ്യും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സുഗട്സു ആ ഒരു സെല്ല് അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. അപ്പൊ സുഗട്സു അവരെ തുറന്നു വിടുന്നതിന് മുൻപായിട്ട് അവരോടൊരു ഹെൽപ്പ് ചോദിക്കും, ഞാൻ നിങ്ങളെ തുറന്നു വിടാം,
പക്ഷെ നിങ്ങൾ അതിന് പകരമായിട്ട് എനിക്കൊരു സഹായം ചെയ്യണം. നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഉടൻ ഒറോച്ചിമാറുവിനെ കൊന്നത് അത് സാസുകയാണെന്നുള്ള കാര്യം മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം. കട്ട് ചെയ്ത കരീന അവൾ ഡോർ തുറന്ന് ഇപ്പൊ വീണ്ടും പുറത്തേക്ക് വരും. അവളുടെ കയ്യില് ഇപ്പൊ ഒരു പെട്ടിയുണ്ട്. അവള് പറയും, നിന്റെ കൂടെ വരാൻ ഞാൻ റെഡിയാണ്. നമ്മുടെ ആൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഇവൾക്ക് എന്തു പറ്റി പെട്ടെന്നൊരു മനമാറ്റം. അതിന് അവള് പറയും, ഒരുപാട് വർഷങ്ങളായി ഞാൻ ഇവിടെ താമസിക്കുന്നു, ഈ സെയിം റൊട്ടീൻ എന്നെ വല്ലാതെ ബോറടിപ്പിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോ നിന്റെ കൂടെ വരാമെന്ന് തീരുമാനമെടുത്തത്. അപ്പൊ സുഗട്സു അവനിപ്പോ ഡോറിനടുത്തേക്ക് വരും. പക്ഷെ നമ്മുടെ പെങ്കൊച്ച് അവൾ ഓൾറെഡി ആ ഡോർ ലോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് അവനിപ്പോ അകത്തേക്ക് വരാൻ കഴിയില്ല. അതിന് കാക്കാഷി പറയും, വാതിൽ തുറക്കൂ സുഗട്സു, അവൻ പുറത്താണ്. അവനെ അകത്തേക്ക് വിളിക്കാൻ പറയുമ്പോ അതിന് അവള് പറയും, സുഗട്സുവിനെ ഇനി നമുക്ക് ആവശ്യമില്ല. നിന്നെ കണ്ട അന്നു മുതൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നിന്റെ ചക്ര പവർ അതാണ് നിന്നിലേക്ക് എന്നെ ഏറെ ആകർഷിച്ചത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളിപ്പോ പതിയെ പതിയെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. പണ്ട് ചെറുപ്പത്തില് ആദ്യമായിട്ട് അവള് സാസുകയെ കണ്ട ഉടൻ തന്നെ അവക്ക് അവനോട് ഒരു ക്രഷ് അടിച്ചിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഞാൻ ഒറോച്ചിമാറു പറഞ്ഞിട്ട് വന്നതാണ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് അത് ആവശ്യമുണ്ടോ ചോദിക്കും. അതിന് സാസുക പറയും, 2 മണിക്കൂറുകൾക്ക് മുൻപേ 118 ടെസ്റ്റ് സബ്ജക്റ്റുകൾ ഇവിടുന്ന് ചാടിപ്പോയിട്ടുണ്ട്, അവരെ കണ്ടുപിടിക്കാനാണ് നിന്നെ കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതിന് അവള് പറയും, കുഴപ്പമില്ല, ജീവനോടെയോ അല്ലാതെയോ അവരെ എല്ലാവരെയും ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരും. അവളിപ്പോ ശ്വാസം മുറുക്കെ പിടിച്ച് ഇപ്പൊ അവരുടെ ചക്ര അത് സെൻസ് ചെയ്യാൻ തുടങ്ങും. 50, 60, 70, 118. അവള് പറയും, ഞാൻ ആ 118 പേരെയും ഇപ്പൊ കണ്ടുപിടിച്ചു. നമ്മുടെ ചെക്കൻ ഷോക്കായിട്ട് ഇപ്പൊ അവളെ നോക്കി നിൽക്കും. അവൾ ഓരോ ചക്ര പോയിന്റ്സും ഇപ്പൊ സെൻസ് ചെയ്ത് അവരുടെ ലൊക്കേഷൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് സാസുകയ്ക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ 2 പേരും ചേർന്ന് നിമിഷ നേരം കൊണ്ട് 118 പേരെയും ഇപ്പൊ തിരികെ പിടിക്കും. ആക്ച്വലി ഈ കരീൻ അവളും ഉച്ചിഹ ക്ലാനിൽ പെട്ട ഒരു നിഞ്ചയാണ്. അവള് സാസുകയോട് ചോദിക്കും, നീ 118 പേരെയും പിടിച്ചു, പക്ഷെ ഒരാളെ പോലും നീ കൊല്ലുന്നതായിട്ട് ഞാൻ കണ്ടില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോ അതിന് സാസുക പറയും, എനിക്ക് കൊല്ലേണ്ടത് ഒരേ ഒരാളെ മാത്രമാണ്, അവനെ മാത്രമേ ഞാൻ കൊല്ലുകയുള്ളൂ. അപ്പം നമ്മുടെ പെങ്കൊച്ച് ഇപ്പൊ സാസുകയുടെ ചക്ര പവർ അത് മെഷർ ചെയ്യാൻ തുടങ്ങും. അവന്റെ പവർ കണ്ട് വണ്ടറടിച്ച് അവളിപ്പോ മയങ്ങി നിൽക്കുകയാണ്. അവൾ അവനെ ഹഗ് ചെയ്യുന്നതായിട്ടൊക്കെ ഇപ്പൊ പതിയെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് അവര് പിടിച്ചു വെച്ച ചില ടെസ്റ്റ് ഹ്യൂമൻസ് അവർ ചാടി വീണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് നമ്മുടെ 2 ആൾക്കാരും അവരിപ്പോ ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ ഏതോ ഒരുത്തൻ ഇപ്പൊ കത്തിയെടുത്ത് അവളെ വെട്ടാൻ പോവും. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ സാസുക അവൻ കത്തിയെടുത്ത് അവനെ വെട്ടിത്തെറിപ്പിക്കും. അത് കാണുമ്പോ നമ്മുടെ പെങ്കൊച്ച് അവള് വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആയിട്ട്, നീയല്ലേ പറഞ്ഞത് നീ ആരെയും കൊല്ലില്ലാന്ന്, എന്നിട്ട് എനിക്ക് വേണ്ടി നീ ഇപ്പൊ ഒരാളെ കൊന്നല്ലേ. അതിന് സാസുക, എനിക്ക് നീ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളവരെ കൂടെ കണ്ടുപിടിക്കാൻ കഴിയൂ, അതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കാൻ ഞാൻ അവനെ കൊന്നു തള്ളിയത്. അന്നു മുതലാണ് ഈ കൊച്ചു ചുന്ദരിക്ക് നമ്മുടെ സാസുകയുടെ മേലെ ഒരടാർ ക്രഷ് തോന്നിയത്. കട്ട് ചെയ്താ ഇപ്പൊ സുഗട്സു അവൻ ആ ഡോർ തന്നെ വെട്ടിപ്പൊളിച്ച് ഇപ്പൊ അകത്തേക്ക് കയറി വരും. അവൻ ടെൻഷനായിട്ട്, സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങൾ ഇവിടെ എന്താ കാണിച്ചോണ്ടിരിക്കണേ, ഇവള് വരുന്നില്ലെങ്കിൽ വേണ്ട, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് സുഗട്സു ആവട്ടെ ഇപ്പൊ സാസുകയെ വിളിക്കും. അതിന് സാസുക പറയും, കരീന അവൾ നമ്മുടെ കൂടെ വരാൻ ഇപ്പൊ റെഡിയാണ്. അങ്ങനെ കരീനയെ കണ്ടുപിടിച്ചു. ഇനി അവസാനമായിട്ട് ജൂഗോ, അവനെ കൂടെ കണ്ടുപിടിച്ച എന്റെ ഫസ്റ്റ് മിഷൻ അത് കംപ്ലീറ്റ് ആവും. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ഇപ്പൊ ജൂഗോയെ അന്വേഷിച്ച് അവരുടെ യാത്ര തുടരുകയാണ്. ഇവിടെ കരീന പെങ്കൊച്ച് അവള് സാസുകയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വാവ്, മനോഹരമായിരിക്കുന്നു ഇവന്റെ ചക്ര പവർ, അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ചെക്കൻ അവൻ ചൂപ്പറാ. അവള് വീണ്ടും അവളുടെ മനസ്സില് ഇപ്പൊ അവനെ ഹഗ് ചെയ്യും. അപ്പൊ സാസുകയുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ സുഗട്സുയെ കാണുമ്പോ അവൾക്ക് കലി കേറി വരും. എങ്ങനെയെങ്കിലും ഈ കൊരങ്ങനെ തല്ലി പുറത്താക്കണമെന്ന് പറഞ്ഞ് അവര് 3 പേരും ഇപ്പൊ മുൻപോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു കാസ്റ്റില് സാക്ഷാൽ ജൂഗോയെ കാണിക്കുകയാണ്. അവൻ അവന്റെ വീക്ഷണ കോണകത്തില് ഇപ്പൊ കൂലങ്കക്ഷമായിട്ടുള്ള ചിന്തയിലാണ്. ലേഡീസ് ആണോ അതോ ബോയ്സ് ആണോ ശരിക്കും നല്ലത്? അവൻ ആ ഒരു ടോപ്പിക്ക് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.